സ്വാഗതം പേജ് ടേൺ സ്റ്റോറീസിലേക്ക്. പറമ്പില്ലാതെ മാങ്കൂട്ടം വിളയില്ല. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് മാങ്ങാക്കൂട്ടം പറമ്പില്ലാതെ വിളയില്ല എന്നാണ് ഷാഫി മാങ്കൂട്ടം ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ശിവൻകുട്ടിയുടെ ട്രോൾ. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം ഇത്രയും ആയിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഷാഫി ഉണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ശിവൻകുട്ടി. സംഗതി സത്യമാണെന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒട്ടുമിക്ക പേർക്കും അറിയാം. അപ്പം ഞങ്ങൾ ഒരു കമ്മിറ്റിയിലൊപ്പം പ്രവർത്തിച്ചവരാണ്, ഞങ്ങൾ സഹപ്രവർത്തകരാണ്, ഞങ്ങൾ സഹോദരന്മാരാണ്. അപ്പം ഞങ്ങളുടെ സൗഹൃദവും സാഹോദര്യമൊന്നും അത് ലാഭം ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല. രാഷ്ട്രീയമായിട്ട് നഷ്ടങ്ങളോ തീരുമാനങ്ങളോ അനുകൂലം എതിരൊക്കെ ആവുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ അനുസരിച്ച് പരിശോധിക്കപ്പെടുന്ന ഒന്നല്ല. ഇനി രാഹുൽ മാങ്കൂട്ടം പണ്ടിട്ട ഒരു പോസ്റ്റ് വായിക്കാം. അതിങ്ങനെയാണ്: ഒരു തെറ്റുപറ്റിയാൽ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിറയെ വഴക്ക് പറഞ്ഞിട്ട് തിരുത്തിത്തരാൻ ഒരു ഫോൺ കോളിനപ്പുറത്ത് ഷാഫിക്കുണ്ട്. ചുവട് തെറ്റിയൊന്ന് വീഴുമ്പോൾ ചേർത്ത് പിടിച്ച് കൂടെ നിർത്താനും മിക്കയുണ്ട്. ഒരു നേതാവിനപ്പുറം ജ്യേഷ്ഠനായി തമാശ പറഞ്ഞും കളിയാക്കിയും വിഷമങ്ങൾ കേട്ടും ശാസിച്ചും ശാസനകൾക്കൊടുവിൽ വിഷമിച്ചിരിക്കുമ്പോൾ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞും എൻ്റെ ഇക്ക കൂടെയുണ്ട്. അങ്ങനെയാണ് രാഹുലിൻ്റെ പോസ്റ്റ്. ഇതിലൂടെ തന്നെ ഷാഫി മാങ്കൂട്ടം ടീമിൻ്റെ ബന്ധം വെറും പാർട്ടി ബന്ധമല്ല എന്ന് മനസ്സിലാക്കാം. എന്നിട്ടും ഷാഫി എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തിരുത്തിയില്ല എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതിന് ശേഷം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷാഫി രാഹുലിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും തള്ളിപ്പറഞ്ഞെന്ന്. ഇല്ല, അതും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഒടുവിൽ ഷാഫിക്ക് അത് ഭാഗികമായി, അതായത് ഈ തള്ളിപ്പറയുന്നത് ഭാഗികമായി ചെയ്യേണ്ടി വന്നിരിക്കുന്നു. വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരിലുള്ള മറ്റ് അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത്. സംഘടന വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടതെന്നും സംഘടനാ പ്രവർത്തനത്തിനാണ് പിന്തുണ നൽകിയതെന്നും മറ്റു കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുമൊക്കെയാണ് ആ രീതിയിലാണ് ഷാഫി വിശദീകരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകയായ ഷഹനാസ് പറഞ്ഞത് എന്താണ്? അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ MLA ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLA അന്ന് ഞാൻ സംസാരിച്ചത്. അതിനുള്ള ഷാഫിയുടെ മറുപടി ഇങ്ങനെയാണ്: അല്ല, ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അത്തരം ഒരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളൂ. അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം അതിൽ ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്കൊരു രേഖാമൂലം ഒരു ഷാഫിയുടെ വാക്കുകളിൽ പതിവില്ലാത്ത പതർച്ച കണ്ടു. അതിന് കാരണം ഷഹനാസ് പറഞ്ഞതൊന്നും ഷാഫിക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. രേഖാമൂലം പരാതി കിട്ടിയില്ല എന്നൊക്കെ പറയാമെങ്കിലും രാഹുലിൻ്റെ മിക്ക ചെയ്തികളും ഷാഫി പറമ്പിൽ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓരോ പരാതികൾ വരുമ്പോഴും പക്ഷേ ഷാഫി രാഹുലിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന തിരക്കിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് JS അഖിലിനെ പോലുള്ളവരെ വെട്ടി രാഹുലിനെ ഷാഫി A ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാക്കി. പിന്നീട് കണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ നാണക്കേടായി വ്യാജ ID കാർഡ് വിവാദമൊക്കെയാണ്. അങ്ങനെ തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും അബിൻ വർക്കിയെ തോൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, ഷാഫിയുടെ പിൻഗാമി. അത് തന്നെയാണ് നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും കണ്ടത്. പാലക്കാട്ടെ നേതാക്കളെ എല്ലാം വെട്ടി ഷാഫി രാഹുലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രതിഷ്ഠിച്ചു, വിജയിപ്പിച്ചു. ഇതിനിടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഷഹനാസ് പറഞ്ഞത് എന്താണ്? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിന് മുമ്പാണ് രാഹുൽ തനിക്ക് അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട വിവരം ഷാഫിക്ക് കൈമാറിയത് എന്നാണ്. അതായത് ആ മെസ്സേജിൻ്റെ വിവരം ഷഹനാസ് ഷാഫിക്ക് കൈമാറുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല. ഇതുപോലെ റിനി ആൻ ജോർജ് പറഞ്ഞത് എന്താണ്? പാലക്കാട് സ്ഥാനാർത്ഥി ആക്കുന്നതിന് മുമ്പാണ് താൻ രാഹുലിനെ കുറിച്ചുള്ള പരാതി ഷാഫിയെ അറിയിച്ചത് എന്നാണ്. ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വ്യക്തമാണ്. ഷാഫി രാഹുലിനെതിരെ വന്ന പരാതികളിൽ കണ്ണടച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ആദ്യഘട്ടത്തിൽ
ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്നുമൊക്കെയായിരുന്നു VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണ. അതിന് ഏറെക്കുറെ അടുത്ത് എത്തിയതുമാണ്, അതായത് ആ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയതുമായിരുന്നു. പക്ഷേ കേരളത്തിലെ ആ നീക്കത്തെ ബീഹാർ ഓപ്പറേഷനിലൂടെ അട്ടിമറിച്ചത് ഷാഫിയാണെന്ന് അന്ന് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഷാഫി ബീഹാറിൽ നിന്ന് പറന്നിറങ്ങിയതിന് ശേഷമാണ് ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ മുൻകൂർ ജാമ്യം തള്ളുന്നതുവരെ രാഹുലിനെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്നുള്ള കാര്യവും വ്യക്തമാണ്. വർക്കിംഗ് പ്രസിഡന്റായ ഷാഫിയുടെയും AP അനിൽകുമാറിൻ്റെയും എതിർപ്പ് കാരണമാണ് രാഹുലിനെതിരായ നടപടി ഇത്രത്തോളം വൈകിയത്. പാർട്ടിയിൽ നിന്ന് 2 തവണ പുറത്താക്കാൻ പറ്റുമോ എന്ന ന്യായീകരണമൊക്കെ അതിൻ്റെ ഭാഗമായി വന്നതാണ്. എന്നിട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഷ കടമെടുത്ത് നമുക്ക് പറയാം 2 തവണ രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം വേറെ. എങ്ങനെയും മുൻകൂർ ജാമ്യം എടുത്ത് അതിനെ വെച്ച് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാം എന്നായിരുന്നു ഷാഫിയും കൂട്ടരും ചിന്തിച്ചത് എന്ന് തോന്നുന്നു. എന്നാൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഷാഫി ടീമിൻ്റെ കൈവിട്ടുപോയി. അനിവാര്യമായ വീഴ്ച രാഹുലിൻ്റെ മാസ്റ്ററിനും, അതായത് ഷാഫി പറമ്പിലിനും കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. രാഹുലിൻ്റെ സ്ത്രീകളോടുള്ള അതിക്രമത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഷാഫി തൻ്റെ പൊളിറ്റിക്കൽ ഇമേജിന് തന്നെയാണ് കളങ്കം വരുത്തിയിരിക്കുന്നത്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും K മുരളീധരൻ്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും നിലപാടുകളാണ് ശരിയെന്ന് കാലം തെളിയിച്ചു. അപ്പോഴും ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ എല്ലാം എതിർത്ത് നിൽക്കാൻ തക്കവണ്ണം കരുത്തരായിരുന്നു ഷാഫി മാങ്കൂട്ടം ടീം. അതിൻ്റെ പിൻബലം എന്താണ്? വെറും സൈബർ ടീമിൻ്റെ പിന്തുണ മാത്രമായിരുന്നു അത്? അതോ രോഷാകുലരായ ചെറുപ്പക്കാർ എന്ന ഐഡന്റിറ്റിയിൽ ഇവർ പാർട്ടി പിടിച്ചോ? പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷവും രാഹുലിന് പാർട്ടിയിൽ നിന്ന് കിട്ടിയ പിന്തുണ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്, നമ്മൾ കണ്ടതാണ്. അതുപോലുള്ള പിന്തുണ ഇനിയും രാഹുലിന് കിട്ടുമോ എന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. മറ്റൊരു കാര്യം ഷാഫി രാഹുൽ മാങ്കൂട്ടം ടീമിൻ്റെ ചില പ്രവർത്തനങ്ങളാണ്. എതിരാളികളെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന തെറിവിളി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിരുന്നു ഇരുവരും. അതിനുവേണ്ടി അവർ സൈബർ പോരാളികളെയും PR ടീമുകളെയും സൃഷ്ടിച്ചെടുത്തു. കേരളത്തിൽ അതുവരെ കാണാത്ത തരം രാഷ്ട്രീയ പ്രവർത്തന രീതിയായിരുന്നു അത്. ഒരു പരസ്പര ബഹുമാനമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തന രീതി. VD സതീശൻ ചെന്നിത്തല പോരു വന്നപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ചെന്നിത്തലയ്ക്ക് ഒരു സംഘി ഇമേജ് ചാർത്തി കൊടുത്തു. അത് CPM ചാർത്തിയതൊന്നുമല്ല, പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇതുപോലുള്ള സൈബർ പോരാളികൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തതാണ്. ഒടുവിൽ രാഹുൽ വിഷയം വന്നപ്പോൾ അവരുടെ ഇര VD സതീശനായി. അങ്ങനെ ഷാഫി മാങ്കൂട്ടം ടീമിനെ പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച, പാർട്ടിക്കകത്തെ പോരിൽ തനിക്ക് സഹായികളായി സതീശൻ വളർത്തിക്കൊണ്ടു വന്നവർ തന്നെ സതീശനിട്ട് പണിതു. എന്നിട്ട് KC വേണുഗോപാലിനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കാനായി ഷാഫിയും ടീമും ചരട് വലിച്ചു. എന്തായാലും ഷാഫിയും ടീമും ചേർന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എടുത്തിട്ടത്. മുകേഷിൻ്റെ കാര്യം പറഞ്ഞും ശബരിമല കൊള്ള പറഞ്ഞും എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ലാത്ത സ്ഥിതി. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പാർട്ടി ആദ്യഘട്ടത്തിലെടുത്ത നിലപാട് ശരിയായിരുന്നുവെങ്കിലും പിന്നീട് ഷാഫി ടീമിൻ്റെ സ്വാധീനത്തിലെടുത്ത നിലപാടുകൾ തീർത്തും തെറ്റായിരുന്നു. അപ്പോഴും രാഹുലിൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ ഒട്ടുമിക്ക നേതാക്കളെയും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന റിനിയുടെ വെളിപ്പെടുത്തൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, അത് ഓർക്കണം. ഈ ഘട്ടത്തിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായ കലൂർ രവികുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പ്രസക്തമാണ്. വളരെ വലിയൊരു പോസ്റ്റാണ്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ കുറിക്കാം. 2 വൻ തോൽവികൾ ഏറ്റുവാങ്ങാൻ കോൺഗ്രസിൻ്റെ ശ്വാസം ഇത്തിരി ബാക്കിയെന്നാണ് പോസ്റ്റിൻ്റെ തലക്കെട്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച തോൽവി ഏറ്റുവാങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് കലൂർ രവികുമാർ കുറിക്കുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കും. കോൺഗ്രസിന് ഇത്തവണ അതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും അത് വലിയ തിരിച്ചടിക്കിടയാക്കുമെന്ന് പാർട്ടി തന്നെ ഒടുവിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാഹുൽ കേസ് രാഹുലിൻ്റെ വ്യക്തിപരമായ ചെയ്തി മാത്രമാണ്. അതിന് കുടപിടിക്കാനോ അതിനെ ന്യായീകരിക്കാനോ കോൺഗ്രസിന് ബാധ്യത ഉണ്ടായിരുന്നില്ല. ആ ബോധ്യത്തോടെയും ധീരതയോടെയും ആദ്യമേ തന്നെ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയാതിരുന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. തന്നെ പുറത്താക്കിയാൽ ബാക്കി ബണ്ടിച്ചോറുകളെക്കുറിച്ച് പറയാനുള്ളതൊക്കെ പറയുമെന്ന് രാഹുലിൻ്റെ ഭീഷണിയാവാം ഈ ദുരന്തം തങ്ങളെ വിഴുങ്ങുന്നത് നിശബ്ദം സഹിക്കാൻ
കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. രാഹുലിനെ വിമർശിക്കുന്നവർ സ്വന്തം കക്ഷിയിൽ നിന്നുള്ളവർ ആണെങ്കിൽ പോലും അവരെ തെറി അഭിഷേകം ചെയ്യുന്ന സൈബർ തെമ്മാടി സംഘത്തെയും കോൺഗ്രസ് നേതാക്കൾ ഭയന്നിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുലിൻ്റെ ഈ ശേഷിയും രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാനുള്ള അവരുടെ ശേഷി ഇല്ലാതെയാക്കി. യഥാർത്ഥത്തിൽ ഈ ശേഷിയും ശേഷിക്കുറവും രാഹുലും കോൺഗ്രസും തമ്മിലുള്ള ദൂരമാണ്. എന്തായാലും ഇത്തരം പല കാരണങ്ങളാൽ രാഹുലിനെ സംരക്ഷിക്കുന്നിടത്തോളം കോൺഗ്രസ് സംരക്ഷിച്ചു. പാലക്കാട് അയാൾ പ്രചാരണത്തിനിറങ്ങിയതൊക്കെ നിസ്സാരമായി കണ്ടുനിന്നു. അരുതെന്ന് വിലക്കാൻ ആർക്കും നെഞ്ചുറപ്പുണ്ടായില്ല. സ്വാഭാവികമായും ചാനലുകൾ കോൺഗ്രസിനെ അപഹസിച്ചു. രാഹുൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നത് ഒരു കോമഡിയാണെന്ന് ആണയിട്ട് സസ്പെൻഡ് ചെയ്തവരുടെ തന്നെ തൊലിയുരിഞ്ഞു. അങ്ങനെയല്ല എന്ന് ധീനമായി നിലവിളിച്ചുകൊണ്ട് രാഹുൽ വിവാദത്തെ പ്രതിരോധിക്കുന്ന ഒരു ന്യൂനപക്ഷവും രാഹുലിനെ തന്നെ പ്രതിരോധിക്കുന്ന ഭൂരിപക്ഷവുമായി കോൺഗ്രസ് വിഭജിക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഈ പ്രതിരോധം മാത്രമായി തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മാറി. ഇടതുപക്ഷത്തിന് രാഹുൽ വിഷയം അവർക്ക് കിട്ടിയ അതീവ പ്രഹരശേഷിയുള്ള ചാട്ടയായിരുന്നു. അതുകൊണ്ടുള്ള ചറപറ അടിയിൽ കോൺഗ്രസ് അർത്ഥപ്രാണനായി കഴിഞ്ഞു. മൂക്കിൽ വിരൽ വെച്ചാൽ ദുർബലമായി ശ്വസിക്കുന്നത് അറിയാമെന്ന് മാത്രം. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി കോൺഗ്രസിന് ആസന്നം. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. രാഹുൽ വിഷയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അന്തരീക്ഷത്തിലുണ്ടാകും. പല രാഹുൽ കേസുകൾ കോൺഗ്രസ് തന്നെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെയായാൽ രാഹുലും കൂട്ടരും വിളിച്ചു പറയുന്ന കഥകളുടെ ആഘാതവും കോൺഗ്രസിന് നേരിടേണ്ടി വരില്ലേ? കൂടാതെ ഒരു ബജറ്റ് കൂടി ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അവതരിപ്പിക്കാൻ അവസരമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഒരു 1.5 ബജറ്റായിരിക്കും. അങ്ങേയറ്റം ജനപ്രിയമായ ബജറ്റായിരിക്കും. ഇപ്പോഴുള്ള ഭരണ നേട്ടങ്ങൾക്ക് പുറമെ ആ ബജറ്റിൻ്റെ തണൽ കൂടി ജനങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് തികയ്ക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും കഷ്ടപ്പെടും. അങ്ങനെ ചരിത്രത്തിലെ 2 യമണ്ടം തോൽവികൾ മുൻകൂർ ബുക്ക് ചെയ്ത് പാതാളത്തിലേക്ക് താഴാൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ്. ഇതൊരു അതിരു കടന്ന പ്രവചനമാണെന്ന് പെട്ടെന്ന് തോന്നാം. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഇടത്തരം നേതാക്കൾ കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായി തിരിയാൻ സാധ്യതയില്ലേ? അവരുടെ തോൽവി ഉറപ്പാക്കിയ ഇപ്പോഴത്തെ ദുർബല നേതൃത്വത്തെ അവർ കാലുവാരുമെന്ന് തീർച്ചയല്ലേ? മാത്രമല്ല കോൺഗ്രസ് ആകെ നവീകരിക്കപ്പെടാനും നിലവിലുള്ള നേതാക്കൾ മുഴുവൻ പരാജയപ്പെട്ട് ഒരു പുതിയ നേതൃത്വം ഉയർന്നും വരണമല്ലോ. അതിന് ദയനീയമായ ഒരു തോൽവി അത്യന്താപേക്ഷിതമല്ലേ എന്നാണ് കലവൂർ രവികുമാർ ചോദിക്കുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഇടത്തരം നേതാക്കൾ ഇക്കാര്യം നടപ്പാക്കും. അവരുടെ ഭാവിക്ക് വേണ്ടി, കോൺഗ്രസിൻ്റെ ഭാവിക്ക് വേണ്ടി. ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ചത്ത് ചീഞ്ഞ് പുനർജനിക്കുന്നത് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്തേക്കും എന്നാണ് കലവൂർ രവികുമാർ പ്രവചന സ്വഭാവത്തോടെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ബഷീർ വള്ളിക്കുന്നിൻ്റെ പോസ്റ്റിൻ്റെ ഒരു ഭാഗം വായിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും UDF മൊത്തത്തിലും എത്തിപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണം ഷാഫി പറമ്പിൽ കൂടിയാണ്. താൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിവരം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ അവസരം കിട്ടിയാൽ ഒരു മിനിമം സാമൂഹ്യ ബോധമുള്ള നേതാവ് ചെയ്യുക അത്തരം ആളുകളെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എന്നാൽ അതിന് നേരെ വിപരീതമായ പണിയാണ് ഷാഫി ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഷാഫി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: രാഹുൽ വിൽ ഡു ഗ്രേറ്റ് തിങ്സ് എന്ന്. ഷാഫി പറഞ്ഞ രാഹുലിൻ്റെ ആ ഗ്രേറ്റ് തിങ്സ് എന്തൊക്കെയാണെന്ന് കേരളം ഇതിനകം കണ്ടു കഴിഞ്ഞു. കള്ളന് കഞ്ഞി വെച്ചവൻ എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ കഞ്ഞി മാത്രമല്ല, കള്ളന് ബിരിയാണി തന്നെ വെച്ചു വിളമ്പുകയാണ് ഷാഫി ചെയ്തത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷാഫി തകർക്കുന്നത് പാർട്ടിയുടെ ഇമേജ് മാത്രമല്ല, സ്വന്തം ഇമേജ് കൂടിയാണ്. ബഷീർ വള്ളിക്കുന്ന് ഇങ്ങനെ എഴുതി നിർത്തിയത് തന്നെയാണ് കാര്യം. കോൺഗ്രസിനെ വലിയൊരു കുഴിയിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ് ഷാഫി മാങ്കൂട്ടം ടീം. ഇതിൽ നിന്ന് പാർട്ടി എങ്ങനെ കരകയറുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പേജിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.